പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കുള്ള 42 തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങൾ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നവംബർ 30-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. PSCയുടെ സൈറ്റ് വഴിയല്ല ഇതിലെ ഒരു തസ്തികയും അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റ് വഴിയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ എടുത്ത ശേഷം ഈ പറയുന്ന വെബ്സൈറ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. www. നിങ്ങളുടെ കാണാനായിട്ട് കഴിയും KPESRB.Kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ തന്നെ ഒരു വെബ്സൈറ്റ് ആണിത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വൺ ടൈം രജിസ്ട്രേഷൻ നമ്മുടെ PSC രജിസ്ട്രേഷൻ പോലെ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇവിടെ അപ്ലൈ നൗ ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ്, അതുപോലെ രജിസ്റ്റർ ഫോർ എ ന്യൂ യൂസർ. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ കമ്പനി സെക്രട്ടറി കേരള ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ തന്നെ മെറ്റീരിയൽ മാനേജർ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മാനേജിംഗ് ഡയറക്ടർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ്, സെയിൽസ് ഓഫീസർ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ, അസിസ്റ്റന്റ് മാനേജർ, ജനറൽ മാനേജർ, ജൂനിയർ മാനേജർ, അങ്ങനെ ഒരുപാട് തസ്തികയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ എന്ത് ചെയ്യുക, രജിസ്റ്റർ ഫോർ എ ന്യൂ യൂസർ എന്ന് പറയുന്ന കാര്യം വന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വെൽക്കം ടു ദ കാൻഡിഡേറ്റ് പോർട്ടൽ, പ്ലീസ് സൈൻ ഇൻ യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് നേരത്തെ ലോഗിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വൺ ടൈം രജിസ്ട്രേഷൻ. അതിന് നിങ്ങളിവിടെ ചെയ്യേണ്ടത് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ കണ്ടല്ലോ, ഇതിനകത്ത് നിങ്ങളുടെ പേര് ആധാറിൽ കൊടുത്തിട്ടുള്ള അതേ പേരും അതുപോലെ തന്നെ ആധാറിന്റെ അതേ നമ്പരും നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആധാറിന്റെ പേരും അതുപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പരും കൂടി കൊടുക്കാൻ നേരത്ത് അതിനകത്ത് നമ്മുടെ പേര്, നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നെയിം, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അവർ ചോദിക്കും. അതിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും നമ്മുടെ ഇമെയിലും അതുപോലെ തന്നെ മൊബൈൽ നമ്പരും അതിനകത്ത് കാണിക്കും. അതിനകത്ത് എന്ത് ചെയ്യുക, മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മൊബൈൽ നമ്പറിന്റെ അപ്പുറത്ത് കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ എന്ത് കിട്ടും, നമുക്കൊരു OTP വരും കേട്ടോ. ആ OTP നമ്മുടെ മൊബൈൽ നമ്പറിലോട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ OTP നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ OTP നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെരിഫൈ ഇമെയിൽ IDയിലേക്കുള്ള OTP ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇമെയിൽ IDയിലേക്ക് ഒരു നമ്മുടെ ഈ ഗവൺമെന്റിന്റെ തന്നെ ഒരു OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ ചെക്ക് ചെയ്ത ശേഷം ആ OTP കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് വൺ ടൈം ആണ്, നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ആ രണ്ട് OTPയും കൊടുത്ത ശേഷം ക്ലിക്ക് ഹിയർ ടു ലോഗിൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും നമ്മൾ വീണ്ടും ഫസ്റ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മളിവിടെ മൊബൈൽ നമ്പരും ഇമെയിൽ IDയും കൊടുക്കാൻ നേരത്ത് നമ്മളോട് ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു പാസ്വേഡും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അല്ലെങ്കിൽ യൂസർ നെയിമും കൂടി എന്ത് ചെയ്യുക, ഈ യൂസർ നെയിമിന്റെ അവിടെ നമ്മുടെ ഇമെയിൽ IDയും പാസ്വേഡിന്റെ അവിടെ നമ്മളെ പാസ്വേഡും കൊടുത്ത ശേഷം സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ചെയ്യാൻ നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും മൈ പ്രൊഫൈൽ എന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് താങ്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. പ്രൊഫൈൽ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ രേഖപ്പെടുത്തുക. പ്രൊഫൈലിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വിവരങ്ങൾ രേഖപ്പെടുത്തുക. പ്രൊഫൈലിൽ താങ്കളുടെ ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. പ്രൊഫൈലിൽ താങ്കളുടെ സ്കിൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. താങ്കൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾ മൈ പ്രൊഫൈൽ എന്ന ലിങ്കിലുള്ള പ്രൊഫൈൽ പ്രിവ്യൂ മെനുവിൽ കാണാൻ സാധിക്കും. എന്തെങ്കിലും വിവരങ്ങൾ തിരുത്താൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മൈ പ്രൊഫൈലിലുള്ള പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ നിന്ന് തിരുത്തുക. പ്രൊഫൈൽ പൂർത്തീകരിച്ച ശേഷം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് തസ്തികയിലേക്ക് അപേക്ഷിക്കാനും കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ പേജിൽ കയറി, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന മൈ പ്രൊഫൈലിൽ കയറിയ ശേഷം അതിനകത്ത് പ്രൊഫൈൽ എൻട്രി എന്ന് പറയുന്നത് കണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസ് എൻ്റർ ചെയ്യേണ്ടി വരും.
ജനറൽ സർട്ടിഫിക്കറ്റ്, സ്കിൽ ഡീറ്റെയിൽസ് ഇത്രയും എൻ്റർ ചെയ്ത ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമ്മുടെ PSC അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ നോട്ടിഫിക്കേഷൻസ് ഇടത് സൈഡിലായിട്ട് നോട്ടിഫിക്കേഷൻ, അതിൽ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ്, അതിൽ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് നോക്കാൻ നേരത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഒരെണ്ണം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിലിപ്പോ ആദ്യത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 07/1/2024 ഓഫീസ് അറ്റൻഡന്റ് ആണ് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ചെക്ക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് പാർഷ്യലി സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് കഴിയും അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ അതിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് ഇതാ അടുത്ത് കാണാനായിട്ട് കഴിയുന്നത് ആപ്ലിക്കേഷൻ ഫീ. ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് കേട്ടോ. ഇതില് 200 രൂപയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്ലൈ അതിൽ പേയ്മെന്റ് കൊടുക്കുക. അടുത്ത പ്രൊസീഡ് ഫോർ ദ പേയ്മെന്റ്, ഇവിടെ കാനറ ബാങ്ക് ആണ്, പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നേരെ പേജിന്റെ അല്ലെങ്കിൽ പേയ്മെന്റ് ഓപ്ഷനിലോട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, UPI വഴിയിട്ട് പേയ്മെന്റ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഈ പറയുന്ന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന് പേയ്മെന്റ് ഫീ ഉണ്ട് കേട്ടോ. ഇത് ഞാനെന്താ ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പേയ്മെന്റ് ഫീ എന്തുണ്ട്, ഓരോ തസ്തികയ്ക്കും ഈ പറയുന്ന പോലെ പേയ്മെന്റ് ഫീ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലുള്ള എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിൽ ജനറൽ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്, അതുപോലത്തെ ജനറൽ മാനേജർ ഉണ്ട്. നമുക്ക് ജനറൽ മാനേജറിന്റെ ഇത് നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് സ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം കേട്ടോ. ഇതിനകത്ത് PSC പോലെയല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചോദിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആൾറെഡി ആദ്യമേ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, സ്കിൽ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലോഗിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് തസ്തികകൾ വിളിച്ചിട്ടുണ്ട്. ഓരോ തസ്തികയ്ക്ക് 200 രൂപ വെച്ചിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ഈ ഒരു രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി നിർത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.